ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഒരു വീടിൻ്റെ കട്ടിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മളൊരു ചെറിയൊരു വീഡിയോ ആയിട്ട് വന്നേക്കുന്നത് നമ്മൾ ഈ ഒരു റൂം എങ്ങനെയാണ് സെറ്റ് ചെയ്തതെന്ന് പറയാൻ നേരത്തെ വന്നേക്കുന്നതാണ്. അപ്പോൾ ഇവിടെ 2 ബെഡ്റൂമാണ്, ടോട്ടൽ 4 ബെഡ്റൂം ഉണ്ട്. അതിനകത്ത് 2 ബെഡ്റൂമാണ് ഗ്രൗണ്ട് ഫ്ലോറിലുള്ളത്. അപ്പോൾ ഇതിൻ്റെ കിച്ചൺ ഓപ്പൺ കിച്ചണാണ് ബാക്കി കാര്യങ്ങൾ. അപ്പോൾ ഈ ഒരു ബെഡ്റൂം നമ്മൾ എങ്ങനെ സെറ്റ് ചെയ്യുന്നുള്ളതിൻ്റെ ചെറിയൊരു ഡീറ്റെയിൽ വീഡിയോ ആണ് നമുക്ക് പറയാം. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മളിതിൻ്റെ ബെഡ് സ്വിച്ച് സെറ്റ് ചെയ്തേക്കുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് ഒരു 50 സെൻറ്റിയുടെ ഒരു ഗ്ലാസ് പാർട്ടീഷൻ വരുന്നുണ്ട്, ഒരു വിൻഡോ വരുന്നുണ്ട്. ഈ വിൻഡോ കഴിഞ്ഞിട്ട് ഒരു 50 സെൻറ്റിമീറ്ററാണ് നമ്മൾ ഇവിടുത്തെ സൈഡ് ടേബിൾ കൊടുത്തേക്കണം. ഈ സൈഡ് ടേബിളിൽ നിന്ന് ഒരു 6 ഫീറ്റാണ് കട്ടിലിന് കൊടുത്തേക്കണം. ഈ 6 ഫീറ്റ് കഴിഞ്ഞിട്ടാണ് മറ്റേ രണ്ടാമത് സൈഡ് ടേബിൾ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ സെൻറ്ററായിട്ടാണ് നമ്മൾ ബെഡ് സെറ്റ് ചെയ്തേക്കുന്നത്. ഈ ബെഡിനോട് കറക്റ്റ് സെൻറ്ററായിട്ടാണ് നമ്മൾ ഫാൻ സെറ്റ് ചെയ്തേക്കുന്നത്. ഫാൻ സെറ്റ് ചെയ്തത് 120 സെൻറ്റിക്കാണ് ഫാനിൻ്റെ പോയിന്റ് ഇട്ടേക്കണം. ഈ ഒരു പോയിന്റ് കൊടുത്തേക്കുന്നത് ബെഡ് ഹെഡറാണ്, അതായത് കട്ടിലിൻ്റെ മുകളിലായിട്ടൊരു പോയിന്റ് വരും, അതാണ് ഇവിടെ കൊടുത്തേക്കണം. ഈ 2 സ്വിച്ച് ബോർഡും വെച്ചേക്കുന്നത് 60 സെൻറ്റിക്കാണ് വെച്ചേക്കണം. ഫിനിഷിംഗ് ഫ്ലോറിൽ 55 വരും. എഞ്ചിനീയർ ഡ്രോയിങ് തന്നേക്കണം, അങ്ങനെയാണ് 55 സെൻറ്റ് ഫിനിഷിംഗ് വന്നത്. 5 സെൻറ്റ് ടൈലാണ് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണിത്. പിന്നെ വരുന്നത് ഈ വരുന്ന ഒരു 2 പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇതൊരു ഹാങ്ങിങ് ആണ്. ഇത് നമ്മുടെ ബെഡ് സ്വിച്ചിൻ്റെ സൈഡ് ടേബിളിൻ്റെ അവിടെ വരെ ഹാങ് ചെയ്ത് ഈ ഒരു പോയിന്റ് വരും. അതിൽ നിന്ന് കുറച്ച് ഹൈറ്റ് കൂടി രണ്ടാമത്തെ പോയിന്റ് വരും. പിന്നെ വരുന്നത് ഇതിൻ്റെ സെൻറ്ററായിട്ട് ഒരു സ്ട്രൈറ്റ് ലൈൻ പ്രൊഫൈൽ ലൈറ്റ് വരുന്നുണ്ട്. പിന്നെ വരുന്നത് ഒരു കർവ് പ്രൊഫൈൽ ലൈറ്റ് വരുന്നത്. അത് ഇവിടെ ഈ ഒരു പോർഷൻ തുടങ്ങി ഈ ഒരു പോർഷൻ ഇങ്ങനെ എൻഡ് ചെയ്യണ ഒരു കർവ് പ്രൊഫൈൽ ലൈറ്റ് അവിടെയും വരുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് വരുന്നത് 4 ലൈറ്റാണ്, 4 ഫോക്കസ് ലൈറ്റാണ് വരുന്നത്. അത് 4 ലൈറ്റാണ് ഈ പോയിന്റ് ഇട്ടേക്കണം. 1 2 3 4 4 ഞങ്ങൾ വയറിട്ട് ഞങ്ങൾ വാർക്കെ തന്നെ പൈപ്പ് ഇട്ട് വെച്ചിട്ടുണ്ടായി, അതുകൊണ്ട് അത് എളുപ്പമായിരുന്നു. ഈ 4 ലൈറ്റ് മാത്രമാണ് ഈ ഭിത്തിയിലൊന്നും ഇവിടെ ലൈറ്റ് ഇല്ല. ആകെ 4 ലൈറ്റ് മാത്രമേ ഈ റൂമിലുള്ളൂ. അത് ഈ 4 ഫോക്കസ് ലൈറ്റ് വരുന്നത്. പിന്നെ വരുന്നത് നമ്മുടെ സ്ട്രിപ്പാണ്, പ്രൊഫൈൽ സ്ട്രിപ്പ്. അത് സ്ട്രൈറ്റ് ലൈൻ വരണം. പിന്നെ അതിൻ്റെ സൈഡിൽ നിന്ന് ഒരു വൈഡ് ലൈൻ, ഒരു കർവായിട്ട് ഇങ്ങനെ ഒരു പ്രൊഫൈലും വരും. പിന്നെ ഇവിടെ വരുന്നത് വാർഡ്രോബാണ്. വാർഡ്രോബിന് വേണ്ടി വാർഡ്രോബിൻ്റെ നെറ്റിക്ക് ചിലപ്പോൾ ഒരു പ്രൊഫൈൽ സ്ട്രിപ്പ് വരുന്നുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് കണ്ണാടി വന്നതിൻ്റെ അവിടെയും വരും സ്ട്രിപ്പ്. അതിന് രണ്ടിന് വേണ്ടി ജംഗ്ഷൻ ഇട്ട് വെച്ചിട്ടുണ്ട്. ബാക്കി നമ്മൾ വാർഡ്രോബിൻ്റെ അകത്തോട് എടുക്കുന്നതായിരിക്കും. പിന്നെ മെയിൻ സ്വിച്ച് ബോർഡ് ഒരു 4-ൻ്റെ മോഡിലാണ് വെച്ചേക്കണത്. വേറെ ഒന്നും ആയിട്ടല്ല. ഇവിടെ 4 സ്വിച്ച്, ഒരു 2 വേ സ്വിച്ച്, ഈ ഒരു ലൈറ്റിൻ്റെ ഒരു ഫാൻ്റെ 2 വേ, പിന്നെ വരുന്ന വാർഡ്രോബിൻ്റെ ലൈറ്റ്. പിന്നെ ഇവിടെ ഒരു ഡ്രസ്സിംഗ് ടേബിൾ വരുന്നുണ്ട്, ഒരു കണ്ണാടി ഒരു പോർഷൻ വരുന്നുണ്ട്. ഇതിന് നമ്മളൊരു സ്വിച്ച് ബോർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് ബാത്റൂമിലേക്ക് കയറുന്ന വഴിക്കുള്ള സ്വിച്ച് ബോർഡാണ്. ഇതിനകത്ത് ഒരു പ്ലഗും ഒരു സ്വിച്ചും കൊടുത്തിട്ടുണ്ട്, ബാത്റൂമിൻ്റെ ലൈറ്റിൻ്റെ സ്വിച്ച്. ഇവിടെ ഇൻ കേസ് കമ്പ്യൂട്ടർ ടേബിൾ ഇവിടെ ഇട്ടില്ലെങ്കിൽ ഇവിടെ ഇടാൻ പാകത്തിന്, അതായത് കമ്പ്യൂട്ടറിന് നമ്മൾ ടേബിൾ സെറ്റ് ചെയ്യുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഇതിവിടെ 6 വെച്ച് കൊടുത്തിട്ടുണ്ട്, 2 പ്ലഗ്, ഇവിടെ അതിൻ്റെ സ്വിച്ചും വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പോർഷൻ 3 വാർഡ്രോബ് വന്നിട്ട് 1.5 മീറ്റർ 3 വാർഡ്രോബ് കഴിഞ്ഞിട്ട് ബാക്കി പോർഷനാണ് ഇവിടുത്തെ സ്റ്റഡി യൂണിറ്റ് ആയിട്ട് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കണം. അങ്ങനെയാണ് ഈ ഒരു പോർഷൻ ചെയ്തേക്കണം. അപ്പോൾ ഇത്രയും കാര്യമാണ് ഈ ഒരു റൂമിൽ നമ്മൾ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് പുതിയതായിട്ട് വീടായാലും പണിയുണ്ട്, അവർക്ക് ഉപകാരപ്പെടുന്നതായിരുന്നു നമ്മൾ ഇത്രയും കാര്യം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ ഗൈസ്.